നമസ്കാരമുണ്ട് ട്ടോ ഗഡീസുകളെ. അപ്പൊ നമ്മ ഒരു പുതിയ പടം ഇന്ന് കണ്ട് അതിനെപ്പറ്റി വിശേഷം പറയാനാണ് വന്നത്. ഗഗനാചാരി എന്ന മലയാളം മൂവി നമ്മ കണ്ടിട്ടാ, അലിൻ ജോസ് പെരേര കണ്ടിട്ടാ. ജോറ് പടം ഉണ്ടാ, ഒരു ഉഷാറ് പടം, നൈസ് വൈബ് എന്റർടൈൻമെന്റ് ആണ്, ക്ലാസ് ആണ്, സയൻസ് ഫിക്ഷൻ ഡ്രാമ എന്റർടൈനർ ആണ് കേട്ടോ മച്ചു. ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു വൈബ് പടം, ഒരു ഫാൻറ്റസി മൂഡിൽ കാണാൻ പറ്റുന്ന സൈക്കോളജിക്കൽ സയൻസ് ഫിക്ഷൻ, ഒരു നീലാം സ്ട്രോമിനെയൊക്കെ പോലത്തെ ഒരു ജുറാസിക് പാർക്ക് കണ്ടൊരു ഫീലാണ് കേട്ടോ മച്ചു പടം. അനാർക്കിലി മരക്കാർ ഒരു രക്ഷയില്ല ഗഗനാചാരി സിനിമയിൽ കേട്ടോ മച്ചു. പിന്നെ ഗോകുൽ സുരേഷ് ഏട്ടൻ ഒരു മരണമാസ അഭിനയം തന്നെ പറയാം. ഫീൽ ഗുഡും റൊമാൻറ്റിക്കും കോമഡിയും നർമ്മത്തിൽ പൊതിഞ്ഞ സിനിമയാണ്. അനാർക്കലിയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മികച്ച ഫൈറ്റാണ്. അനാർക്കലി ആറാടുകയാണ്. അനാർക്കലി ഉഷാറായിട്ട് അഭിനയിച്ചിരിക്കുന്നു പറയാം. മന്ദാകിനി എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ത്രസിപ്പിക്കുന്ന ഒരു ശാന്തതയും ഭീകരതയും നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളാണ് അനാർക്കലി മരക്കാർ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. ഒരു വ്യത്യസ്ത നിറഞ്ഞ മേക്ക് ഓവറിൽ തന്നെ അനാർക്കലി ആറാടുന്നുണ്ട്. പിന്നെ നമ്മുടെ അജു വർഗീസ് ആണെങ്കിലും ക്യാരക്ടർ നല്ലതാണ്. പിന്നെ അലൻ എന്ന ക്യാരക്ടർ മികച്ച രീതിയിൽ ഗോകുലേട്ടന് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി സാറും അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ ഗണേഷ് കുമാർ സാറ് നമ്മുടെ ബാന്ദ്ര, പിന്നെ നമ്മുടെ ബാലൻ വക്കീൽ, കോടതി സംശയം ബാലൻ വക്കീലിനും ബാന്ദ്രയ്ക്കും ശേഷം മികച്ച വേഷമാണ്. കിളിച്ചുണ്ടമാമ്പ്, അങ്ങനെ ഒരുപാട് പടത്തിൽ നമുക്ക് ഗണേശേട്ടനെ അറിയാം. അപ്പോൾ ഗണേശേട്ടൻ നല്ല രീതിയിൽ പെർഫോമൻസ് വാല്യൂ ഉള്ള സിനിമയാണ്. സാജൻ ബേക്കറി സിൻസ് 19 സിനിമയിലാണ് അജു വർഗീസായിട്ട് നേരത്തെ അഭിനയിച്ചത് ഗണേഷ് കുമാർ ഏട്ടൻ. അപ്പോൾ ഗണേശേട്ടൻ്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഗഗനാചാരി എന്ന സിനിമ. ഒരു മ്യൂസിക് പശ്ചാത്തലമാക്കിയാണെങ്കിലും BGM ആണെങ്കിലും ത്രസിപ്പിക്കുന്ന തരത്തിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒരു മരണമാസ് ഫീൽ വർക്ക് തന്നെയാണ്. എല്ലാം ന്യൂ കമേഴ്സാണ് ചെയ്തിരിക്കുന്നത്. റേറ്റിംഗ് നമ്മ അലിൻ ജോസ് പെരേര പറഞ്ഞ 5ൽ 4 കൊടുക്കാൻ പറ്റും.